ടിപ്സ് ഓഫ് ഹാപ്പി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ മീൻകറിയാണ്. മീൻകറി ഇഷ്ടമില്ലാത്തവർ ആരും ഉണ്ടാവില്ല. പക്ഷേ നമ്മളിത് സാധാരണ വെക്കുന്ന പോലത്തെ ഒരു മീൻകറിയല്ല, ഒരു സ്പെഷ്യലാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. ഇത് നമ്മൾ വാങ്ങിയിരിക്കുന്നത് തെരണ്ടി എന്ന മീനാണ്. 1/2 കിലോ ആണ്. നന്നാക്കി ക്ലിയർ ചെയ്തത് 1/2 കിലോ ഉണ്ട്. ഇതൊരു ഇറച്ചിയുടെ ഒരു ടേസ്റ്റാണ് തെരണ്ടി കറി വെച്ചാൽ. അത് നിങ്ങൾക്ക് കുറേ പേർക്കെങ്കിലും അറിയാൻ പറ്റും, കഴിച്ചിട്ടുള്ളവർക്ക്. അപ്പോൾ ഇത് നന്നാക്കാനൊക്കെ കുറച്ച് പാടാണ്. പക്ഷേ അത് നമ്മൾ ഇപ്പോൾ കടയിൽ നിന്നൊക്കെ നന്നാക്കി ഇത് കിട്ടും. ഞങ്ങൾ അങ്ങനെയാണ് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വാങ്ങാനൊന്നും ആരും മടി വിചാരിക്കേണ്ട, ഇത് ബുദ്ധിമുട്ടാണെന്ന് കരുതിയിട്ട്. പക്ഷേ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കി നോക്കി, എന്നിട്ടാണ് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വെച്ചത്. ഇത് ഈ തെരണ്ടി എന്ന് പറയുന്നത് നമ്മൾ വറ്റിക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് വെക്കുന്നത് എന്ന് പറയാം. ഇതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഇത് 1/2 കിലോ നന്നാക്കി ക്ലിയർ ചെയ്ത മീനാണ്. പിന്നെ നമ്മൾ സവാള, അതുപോലെ തന്നെ ചെറിയ ഉള്ളി, തക്കാളി, പച്ചമുളക് ഇത്രയും എടുത്തിട്ടുണ്ട്. ഇപ്പോൾ തക്കാളി 2 എണ്ണം, ഇത് ചെറിയ ഉള്ളി ഒരു 15-20 ചെറിയ ഉള്ളി, ഒരു സവാള, 2 പച്ചമുളക്. എരിവിനനുസരിച്ച് പച്ചമുളക് നമുക്ക് ക്രമീകരിക്കാം. നമ്മൾ മുളക് പൊടി വേറെ എടുക്കുന്നുണ്ട്. 3 കുടംപുളി. പിന്നെ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി നമ്മളിവിടെ ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, ഉപ്പ് ആവശ്യത്തിന്, അതേപോലെ തന്നെ കുറച്ച് വിനാഗിരി ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം നമ്മൾ മീനൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. മീനിൽ നമ്മൾ വേവിക്കുമ്പോൾ എന്തൊക്കെയാണ് ചേർക്കേണ്ടത്? നമ്മൾ സ്വല്പം വെളിച്ചെണ്ണ, പിന്നെ വിനാഗിരി സ്വല്പം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ മഞ്ഞൾപ്പൊടി, കുടംപുളി എടുത്ത് വെച്ചിരിക്കുന്ന കുടംപുളി, പിന്നെ നമ്മൾ ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ് ശരിയാക്കി വെച്ചിട്ടുണ്ട്, അതിൽ നിന്ന് കുറച്ചിടാം. ഉപ്പ് ആവശ്യത്തിന് ഉള്ളതിടാം. പിന്നെ നമ്മൾ സ്വല്പം ചെറിയ ഉള്ളിയുടെ ഇതും കൂടി ഇട്ട് നമ്മൾ തിരുമ്മിയിട്ട് മഞ്ഞളും കൂട്ടി തിരുമ്മി അടപ്പത്ത് വെച്ചൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് ഇറച്ചി പോലെയുള്ള ഒരു മീനാണ്. അതുകൊണ്ട് 2 വിസിൽ കുക്കറിൽ കേൾപ്പിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഓക്കെ ആയി കിട്ടും. നിങ്ങൾക്കിത് ചട്ടിയിൽ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഇതിന് ആവശ്യമുള്ള പൊടികൾ എന്ന് പറയുന്നത് മുളക് പൊടി, മല്ലിപ്പൊടി, ഇത് രണ്ടും ഞാൻ ആദ്യം പറഞ്ഞു. മഞ്ഞൾപ്പൊടി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ താളിക്കാനായിട്ടൊരു അല്പം ഉലുവ വേണം. ഉലുവ കൂടി പോരുത് കേട്ടോ. പിന്നെ നമുക്ക് കടുക്, പിന്നെ നമുക്ക് വെളിച്ചെണ്ണ നേരത്തെ ഞാൻ പറഞ്ഞു. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്കിത് ആദ്യം തന്നെ മീനൊന്ന് വേവിച്ചെടുക്കാം. നമ്മളിപ്പോൾ ഈ മീനിലേക്ക് മഞ്ഞൾപ്പൊടി, അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരല്പം വിനാഗിരി, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ, ഇതൊക്കെ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പുളി ഇതിലേക്ക് ചേർക്കുകയാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. മീനിന് ആവശ്യത്തിനുള്ള ഉപ്പാണ് നമ്മളിപ്പോൾ ചേർക്കുന്നത്. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി, അതേപോലെ തന്നെ നമുക്ക് പച്ചമുളകും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നമുക്ക് പച്ചമുളകോ അല്ലെങ്കിൽ ഇതുപോലെ ചെറിയ ഉള്ളിക്ക് പകരം സവാള വേണമെങ്കിൽ ചേർക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയത് കൊണ്ടൊന്നും കുഴപ്പമില്ല. ഇത് നന്നായിട്ട് തിരുമിയിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മീനാണ്. തീർച്ചയായിട്ടും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇത് കഴിച്ചു നോക്കണം. കഴിക്കാത്തവരോടാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കഴിച്ചു നോക്കുക. നല്ല ടേസ്റ്റിയാണ്. നമുക്ക് ഇത് എപ്പോഴും കിട്ടത്തില്ല ഈ മീൻ, പക്ഷേ ഇപ്പോൾ അത് അവൈലബിൾ ആണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും അത് കിട്ടുവാണെങ്കിൽ വാങ്ങിച്ച് ഒന്ന് ഉണ്ടാക്കണം കേട്ടോ. നമ്മൾ ഇങ്ങനെ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ പുരട്ടിയിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. നന്നായിട്ട് ഇതിലേക്ക് ഇതെല്ലാം നന്നായിട്ട് പിടിച്ച് കിട്ടാനൊക്കെ നല്ലതാണ്. അപ്പോൾ അങ്ങനെ 10 മിനിറ്റ് ഇരുന്നിട്ട് വേവിച്ചെടുക്കാം. നമ്മൾ ചട്ടി അടപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കടുക് പൊട്ടി വരുന്നുണ്ട്. നന്നായിട്ടൊന്ന് പൊട്ടട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് ഉലുവ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഉലുവ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
ഈ കറിവേപ്പില ഇതിലേക്ക് ചേർക്കാം. ഈ സവാള, പച്ചമുളക്, അതേപോലെ തന്നെ ഉള്ളി ഇതൊക്കെ ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ ഈ കറിക്ക് ഉള്ളിയും സവാളയും ഒരേപോലെ തന്നെ എടുക്കുക, അല്ലാതെ സവാള കൂടുതൽ എടുക്കരുത്. ചില സ്ഥലങ്ങളിൽ മീൻകറിക്ക് സവാള കൂടുതലായിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട്. നമുക്കൊരൽപ്പം ഉപ്പ് ഇതിലേക്ക് ചേർക്കാം. ഇനി ലേശം മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർക്കാം. തക്കാളി അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുടംപുളിയൊക്കെ ഇട്ട് മീൻ വേവിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ മീൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് വരണ്ട് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഇത് ചേർക്കാം, പൊടികൾ ചേർത്തിട്ട്. അപ്പോൾ പൊടികൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ മീനിൻ്റെ ഈ വേവിച്ചതിൻ്റെ കുറച്ച് ചാറ് കൂടി ചേർത്തിട്ടാണ് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ രീതിയിൽ ഒരു പേസ്റ്റ് പരുവത്തിലാക്കി വെച്ചിരിക്കുകയാണ്. നമ്മുടെ മീനിൻ്റെ ചാറ് തന്നെയാണ് ചേർത്തിരിക്കുന്നത്, വേറെ എക്സ്ട്രാ ഒന്നും ഞാൻ ചേർത്തതല്ല. നമ്മൾ 1 സ്പൂൺ മല്ലിപ്പൊടിയും 1.5 സ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഈ ടൈപ്പ് സ്പൂണല്ല, സാധാരണ ടേബിൾ സ്പൂൺ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ എരിവ് നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യാനുസരണം നമുക്ക് ചേർക്കാം. കൂടുതൽ എരിവ് വേണമെന്നുള്ളവർക്ക് അതനുസരിച്ച് ചേർക്കാം, കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ചേർക്കാം. നമ്മൾ പച്ചമുളക് 2 എണ്ണം ചേർത്തിട്ടുണ്ട്, അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ എരിവ് ക്രമീകരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് വരണ്ട് വന്നിട്ടുണ്ട്, അതായത് ഒന്ന് ആ പച്ചപ്പെല്ലാം മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം, അതായത് മുളകും മല്ലിയും കൂടിയുള്ള അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. പലർക്കും നല്ല മുളക് പൊടി കിട്ടുന്നില്ല എന്നൊക്കെ പരാതി പറയുന്നുണ്ട്. ഇപ്പോൾ ശരിക്കും നമ്മൾ ഉണക്കമുളക് വാങ്ങിച്ച് പൊടിച്ചെടുക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നമുക്ക് ആ കറിയുടെ ടേസ്റ്റ് ഒന്നും കറക്റ്റ് കിട്ടത്തില്ല. പലരും പറയുന്നുണ്ട് ആ കാര്യം. അപ്പോൾ എല്ലാവരും തനിയെ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നവർ ആ രീതിയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ നിങ്ങൾക്ക് മസാല പാക്കറ്റ് ഗിഫ്റ്റായിട്ട് കിട്ടാനായിട്ട് ഒരു പരിപാടി നമ്മൾ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞു. നമ്മുടെ ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന ഫേസ്ബുക്ക് പേജിൽ വന്നിട്ട് അവിടെ ഞാനൊരു വീഡിയോ പിൻ ചെയ്തിട്ടിട്ടുണ്ട്. മസാലയുടെ വീഡിയോ ഇതിനു മുമ്പ് പോസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ആ വീഡിയോ നിങ്ങളുടെ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ആ വീഡിയോയുടെ താഴെ ഒരു കമൻറ്റ് കൂടി ചെയ്യുക. ഇത്രയും ചെയ്താൽ അതിൽ നിന്ന് ഒരു ലക്കി പേഴ്സണ് മസാലകൾ ഗിഫ്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ കാര്യം ചെയ്യാത്തവർ ഇങ്ങനെ ചെയ്യുക. നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെ പേര് ആരും മറന്നു പോകരുത്, ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്നാണ്. അപ്പോൾ ലൈക്ക് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ ഇന്ന് തന്നെ ആ പേജൊന്ന് ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്ക് പേജിൻ്റെ പ്രൊഫൈൽ പിക്ചറായിട്ട് കിടക്കുന്നത് എൻ്റെ ഫോട്ടോ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആ പേജ് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. നമ്മളൊരൽപ്പം വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത്, അതായത് ആ മസാല ഇട്ട് വെച്ചിരുന്ന ആ പാത്രം ജസ്റ്റ് ഒരൽപ്പം വെള്ളം ഒഴിച്ച് കഴുകി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്.
ഇപ്പം നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് വെന്ത് ഒരു പരുവായിട്ടുണ്ട്. നല്ല മണമൊക്കെ വന്ന് തുടങ്ങി. വേവിച്ച് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ് അടുത്ത സ്റ്റെപ്പ്. പെട്ടെന്ന് ഇതൊരു മീനിൻ്റെ ഒരു ഇതല്ല, കാണുമ്പോൾ തന്നെ ഒരു ഇറച്ചിയുടെ ഒരു മട്ടാണ് ഈ കറിക്ക്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. പിന്നെ വേറൊരു കാര്യം എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, ഈ തിരണ്ടി കറി വെച്ച് കഴിച്ചിട്ടുള്ളവർ ആരൊക്കെയാണ്? തിരണ്ടി വാലിൻ്റെ കഥകളൊക്കെ അറിയാവുന്നവർ ആരൊക്കെയാണ്? തീർച്ചയായിട്ടും അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മളിനി ഒരു അല്പം വെള്ളം ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ ചില സ്ഥലങ്ങളിലെ ആൾക്കാരും ഇത് തന്നെ വറുത്തരച്ച് വയ്ക്കും. ഒരല്പം പീരയും മുളകും മല്ലിയും ഒക്കെ ഇട്ടിട്ട് വറുത്തരച്ച് ഇതിലേക്ക് ചേർക്കും. അപ്പോൾ അങ്ങനെ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർ ആ രീതിയിൽ ട്രൈ ചെയ്യുക. അപ്പോൾ ഇത് അങ്ങനെ വറുത്തില്ലെങ്കിൽ കൂടി, തേങ്ങയൊന്നും ആഡ് ചെയ്തില്ലെങ്കിൽ കൂടി ഇത് നല്ല ടേസ്റ്റിയാണ്. ഇത് നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. തിളച്ചിട്ടൊക്കെ ഉണ്ട്. ഓൾറെഡി നമ്മുടെ ഫിഷെല്ലാം വെന്തതാണ്. അപ്പോൾ നമ്മളിതിന് തീ കുറച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി. തീ ഒന്ന് കുറച്ചിട്ട് മൂടി വയ്ക്കാം. മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കിയിടാം. അക്കാര്യം ആരും മറന്നു പോകരുത്. നമ്മുടെ കാര്യം ഇത് ഒത്തിരി ചാറുള്ള ഒരു കറിയല്ല. ഇപ്പോൾ ഇൻ കേസ് നിങ്ങൾക്കൊരല്പം കൂടി ചാറ് വേണമെങ്കിൽ തിളച്ച വെള്ളം ആഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ തീ കുറച്ചിട്ട് തന്നെ ചെയ്യുക, അല്ലെങ്കിൽ കുറച്ചുകൂടി ഡ്രൈ ആയി പോകും. അതേപോലെ ഉപ്പൊക്കെ ഉണ്ടോ, അതെങ്ങനെയുണ്ട് എന്നൊക്കെ നോക്കുക. നമ്മളിവിടെ ഓൾറെഡി കറക്റ്റായിട്ട് തന്നെ ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാം ഓക്കെയാണ്. നമുക്കിനി ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ തീ ഓഫ് ചെയ്യാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ താളിച്ചതിന് ശേഷം ഒരു 7-8 മിനിറ്റ് മാത്രം മതി. അത്രയും മിനിറ്റ് മാത്രമേ ഞാനിവിടെ കുക്ക് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളൂ. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തിരണ്ട് കറി വയ്ക്കുക. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയാനായിട്ട് ആരും മടിക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഒക്കെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരെ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടാനായിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.